അമിക്കസ് ക്യൂറിയിൽ നിന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ അമിത്ഷാ പറഞ്ഞ വാദഗതികൾ തെറ്റാണെന്ന് കോടതി ബോധ്യപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അമിക്കസ് ക്യൂറിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം അമിക്കസ് ക്യൂറിക്ക് മാത്രമല്ല, കേരളത്തിന് മുഴുവൻ അറിയാം. ഓഗസ്റ്റ് 17 കേരളം കൊടുത്ത മെമ്മോറാണ്ടം 1202 കോടി രൂപയുടെ ആ മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി ആഗസ്റ്റ് 23 കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചു. കോടതിയുടെ മുമ്പാകെ ആഗസ്റ്റ് 23 കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി കൊടുത്തപ്പോൾ ആദ്യം പരിശോധിച്ചത് അമിക്കസ് ക്യൂറിയാണ്. അമിക്കസ് ക്യൂറി അതിന് അംഗീകരിച്ചു. പാർലമെൻറ്റിലോ കോടതിയുടെ മുമ്പിലോ കേരളത്തിന് നൽകിയ മറുപടിയിലോ ഒരിടത്തു പോലും ഈ മെമ്മോറാണ്ടം തന്നില്ല എന്ന് കേന്ദ്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം മുട്ടാപ്പോക്കിനൊരു ന്യായം പാർലമെൻറ്റിലാണെങ്കിലും പറഞ്ഞാൽ അത് അമിക്കസ് ക്യൂറിക്കും ബോധ്യപ്പെടുമല്ലോ. ലോകത്തിപ്പോൾ പകലാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇനി എന്തെങ്കിലും പ്രത്യേകമായ തെളിവിൻ്റെ കാര്യമില്ലല്ലോ. പകലാണെന്ന് നമുക്ക് കണ്ടാലറിയാലോ. അതുപോലെ കൊടുത്ത മെമ്മോറാണ്ടം ഇല്ല എന്ന് പറയാൻ ആർക്കാണ് സാധ്യത? ഒറ്റൊരു കാര്യം കൂടി, 677 കോടി രൂപയിൽ പെട്ടെന്നൊരു ദുരന്തം, ദിനച്ചിരിക്കാത്ത സമയത്ത് ഒരു ദുരന്തം ഉണ്ടായാൽ എത്ര രൂപ ചെലവഴിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഞാനങ്ങനെ കോടതി അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഏതാവശ്യത്തിനാണ് ചെലവഴിക്കുക എന്ന് ചോദ്യം ചോദിച്ചാൽ എത്ര രൂപ കൊടുക്കാമെന്ന് ഞാൻ പറയാം. അതിന് ആരോടും ചോദിക്കേണ്ട. STRFന്റെ നോംസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. CPIയുടെ നേതാവും AITC നേതാവും ഒക്കെ ജനറൽ സെക്രട്ടറി KP രാജൻ ഉൾപ്പെടെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു, വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കണം എന്ന നിലപാടാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് പോവാം. എന്താ അങ്ങനെ സംശയം? ആർക്കാ സംശയം? ഹൈക്കോടതിക്ക് സംശയമുണ്ടെന്ന് സൂരജ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ചോദിക്കട്ടെ. അപ്പോൾ വ്യാഴാഴ്ച ആ കാര്യം ഞങ്ങൾ പറയാം. ഫണ്ടിൽ ഇപ്പോൾ തന്നിട്ടുള്ള തുക വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ചിട്ട് ഇവിടെ ചെലവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഇതിനകത്ത് ചൂരൽമലയ്ക്ക് മാത്രമായിട്ട് നമുക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഫണ്ട് തന്നെ വേണം എന്നുള്ളത്. കാരണം ഇപ്പം അങ്ങനെ സൂചിപ്പിച്ച് വാടകയുടെ കാര്യത്തിലും അതിലുപയോഗിക്കുന്നതിൽ മറ്റു മേഖലകളിലേക്കും ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. അതിനെന്താ ഒരു ക്ലാരിഫിക്കേഷൻ? അല്ല, ഒരു പ്രശ്നവുമില്ല. കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളിൽ 3 നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. STRFന്റെ മാനദണ്ഡങ്ങളനുസരിച്ച് 1,30,000 പുനരധിവാസം, 75,000 റോഡ്, മരണപ്പെട്ടതിന് 4 ലക്ഷം, വാഴ തകർന്നാൽ 620, ഇതൊന്നും കൊടുത്തത് കൊണ്ട് ചൂരൽമല രക്ഷപ്പെടില്ല. ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം. ആ പാക്കേജിന് വേണ്ടിയാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഇതിവിടെ കേവലമായ തർക്കത്തിലേക്ക് പോകാനല്ല കേരളം ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഇക്കാര്യത്തിൽ സ്പെസിഫിക്കായ മറുപടി പറയട്ടെ. STRFന്റെ ഫണ്ടിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് അധികരിക്കുന്ന ചെലവിൽ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് മറുപടി പറഞ്ഞോട്ടെ. STRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള പണം മാത്രമേ കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന് ഞങ്ങൾ തരുള്ളൂ എന്നാണ് മറുപടിയെങ്കിൽ അത് പറഞ്ഞോട്ടെ. കേരളം മറ്റു വഴി നോക്കും. ഒരു കാരണവശാലും ഒരാളെയും അനാഥമാക്കില്ല. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം പറയുകയാണ്. 677 കോടി കേരളത്തിൻ്റെ കയ്യിലുണ്ട്. ചൂരൽമലയിൽ STRFന്റെ മാനദണ്ഡങ്ങളിൽ പെടുന്ന ആ പണം തുടർച്ചയായി എടുത്ത് ചിലവഴിക്കുകയല്ലേ. തുടർച്ചയായി എവിടെയെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രയാസവും ഉണ്ടാകില്ല. പക്ഷെ മാനദണ്ഡങ്ങളപ്പുറത്ത് ചൂരൽമലയിലെ മനുഷ്യൻ്റെ കണ്ണീര് തുടയ്ക്കാൻ ഒരുപാട് സഹായങ്ങൾ വേണ്ടിവരും. അതാണ് മഹാഭൂരിപക്ഷവും. അതിനു വേണ്ടിയുള്ള പണം അഡീഷണൽ അസിസ്റ്റൻ്റ് തരാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ? അത് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. വൈദ്യുതി നിരക്ക് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ CPIയുടെ നേതാക്കൾ തന്നെ പരസ്യമായി അത് പിൻവലിക്കണം എന്ന നിലപാടെടുത്തിട്ടുണ്ട്. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ആ കാര്യത്തിൽ ശരിയല്ല. എന്താണ് KP രാജേന്ദ്രൻ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. പൊതുവെ ആളുകൾക്കിടയിൽ നിന്ന് ഏത് വർധനവുണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയരും. ആവശ്യങ്ങൾ ഉയർന്നാൽ അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ച് അവർ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറുപടി നൽകും.